രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം സംസ്ഥാനത്തും വിപുലമായി ആഘോഷിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രിമാർ പതാക ഉയർത്തി. പിണറായി കൺവെൻഷൻ സെന്ററിലെ MLA ഓഫീസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ജില്ലകളിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫും കോഴിക്കോട് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയും കോട്ടയത്ത് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫും ദേശീയ പതാക ഉയർത്തി. എറണാകുളത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോണും പാലക്കാട് കോട്ടമൈതാനത്ത് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനും പതാക ഉയർത്തി. വിവിധ സായുധ സേനാ വിഭാഗങ്ങളും സ്കൗട്ട്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിഭാഗങ്ങളും സ്വാതന്ത്ര്യദിന പരേഡിൽ അണിനിരന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പിണറായി കൺവെൻഷൻ സെന്ററിലെ MLA ഓഫീസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. AKG സെന്ററിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്തവരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നും ജനാധിപത്യ ശക്തികൾ വർഗീയതയ്ക്കെതിരായി ഒറ്റക്കെട്ടായി പോരാടണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സവർക്കർ ഉൾപ്പെടെയുള്ളവർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വഞ്ചനയും നമ്മൾ ലോകം കണ്ടിട്ടുള്ളതാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന സംഘപരിവാർ വിഭാഗങ്ങളായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുമായി ചേർന്ന് പോയ വിഭാഗങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനുമെല്ലാം എതിരായി ശക്തിയായ കടന്നാക്രമമാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദേശീയ പതാക ഉയർത്തി. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.